देखो, हाँ ज़्यादा आगे आगे मत जाओ। പ്പെടുത്തിക്കൊണ്ടിരിക്കാം. ബോഡി അവിടുന്ന് എടുക്കാൻ അല്പസമയം കൂടെ ലേറ്റാകുന്നു എന്നറിയുവാനിടയായി. നമുക്കധികം സമയം ലേറ്റാക്കുവാനും നമ്മുടെ മുൻപിലില്ല. അതുകൊണ്ട് ചില പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കാം. വിശ്വാസ കണ്ണാൽ
Praise the Lord. Hallelujah. आमीन. मिलकर प्रार्थना करेगा। अभी 5-10 मिनट के अंदर बॉडी इधर लेके आएगा। आप लोग सब प्रार्थना के साथ बैठिए, प्रार्थना करके शुरू करेगा। सोबिन पास्टर प्रार्थना करके ये सब तो शुरू करेगा। आइए हमारे आंखों को बंद करें, प्रार्थना के लिए अपने सिर पे झुकाए। धन्यवाद यीशु, धन्यवाद धन्यवाद। अनुग्रह परमेश्वर, ये दुखी समय प्रिय परिवार के साथ आज हम आपको साथ चढ़ा धन्यवाद और स्तुति करते हैं प्रभु जी। प्रिय परिवार को एक बार आपको हाथों में समर्पण करके हम प्रार्थना करते हैं। प्रिय बहन को, बच्चे लोग को प्रभु जी और सांत्वना दे, आकाश से भर दे प्रभु जी। हालेलुया। आपका अनुग्रह और आशीर्वाद से की सहायता करे प्रभु जी। आज का सेवागाई के लिए प्रार्थना करते हैं प्रभु। आपको दास लोगों को सेवा करने के लिए दे, शक्ति दे, सामर्थ्य दे प्रभु जी। शुरू से अंतिम तक आपका आशीष, आपका अनुग्रह सेवागाई में होने पाए, आपका कृपा प्रभु जी दे पाए। आने वाले लोग जल्दी आने की सहायता करे प्रभु जी। हम मिलकर आपको धन्यवाद कर सेवागाई में भाग लेने की सहायता करे प्रभु जी। आपका पवित्र आत्मा हर लोगों के अंदर सांत्वना का आत्मा देकर हम आप में भरोसा रखकर हियाव भाव कर प्रभु जी आपके चरणों में बढ़ने के लिए सहायता करें। हर व्यक्तियों को आपको हाथों में समर्पण करते हैं, विशेष करके वैवाहिक परिवार के लिए प्रार्थना करते हैं प्रभु जी। प्रिय परिवार को सभी को प्रभु आपका स्वर्गीय आशा से भरकर फलवंत कीजिए प्रभु जी। हालेलुया। सारे आदर महिमा आपको देते हैं यीशु के नाम से, आमीन। ആമേൻ. പ്രൈസ് ദി ലോർഡ്. 90 സങ്കീർത്തനം വായിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അവൻ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് ഒരു നെടുവെളുപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം
70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖവുമൊക്കെ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്റെ ഭയപ്പെടുവാൻ എല്ലാവരും ശാന്തമായി തിരിക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. आप लोग सब शांति समाधान के साथ बैठिए. എല്ലാവരും അല്പം നിങ്ങളല്ലാത്ത സ്ഥാനങ്ങളിൽ ഇരുന്നാട്ട് നമ്മൾ സങ്കീർത്തന ഭാഗങ്ങൾ വായിച്ച് ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവര് ഇതിനോട് ചേർന്നിരിക്കുക, ശാന്തമായിരിക്കാം, നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ ഇരുന്നാട്ട് നിങ്ങൾ ശാന്തമായിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ശുശ്രൂഷകൾ തുടങ്ങുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുവാനായിട്ട് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സങ്കീർത്തന ഭാഗങ്ങൾ ഇപ്പോൾ വായിക്കുവാൻ പോവുകയാണ്. 90-ാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മനുഷ്യനെ പൊളിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേൻ എന്നും അള്ളിച്ചിരുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒരുക്കിക്കളഞ്ഞിരുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ശ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുമുൾപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും ഒക്കെ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ
ഞങ്ങളോട് ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്തു തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ വിശേഷാൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും സഹോദരി സഹോദരന്മാർക്ക് ദുഃഖാദികൾ ആത്മാസംയമനം പാലിച്ച് അല്പനേരം നിങ്ങൾ ഇരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. നമുക്ക് ഈ ശുശ്രൂഷ പെട്ടെന്ന് നമുക്കിവിടെ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. 3:30 മണിക്ക് വേറൊരു ബോഡി ഇവിടെ വരുവാൻ ഇവിടെയായി തീരും. അതുകൊണ്ടാണ് 2 മണിക്ക് നമ്മൾ ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കാമെന്ന് തീരുമാനിച്ച് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അധികം സമയം നമുക്ക് ഇവിടെ ഇല്ല. നമുക്ക് ഒരു 3:15 ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ചാപ്പല് കാലിയാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അധികം അനുശോചനമോ അങ്ങനെയുള്ളതായ കാര്യങ്ങളോ ഒന്നും തന്നെ അധികം വേർതിരിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നില്ല. ആ കാര്യങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധയും വളരെ ഹല്ലേലൂയ പ്രാർത്ഥനയോടെയും വളരെ ക്ഷമയോടുകൂടിയും ഇരിക്കണമെന്ന് ഞാൻ കർത്താവിൽ ഓർപ്പിക്കുകയാണ്. ആമേൻ. വിശേഷാൽ പ്രിയ ജോബി ബ്രദറിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയുമ്പോൾ, ആമേൻ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട ഒരു സഹോദരനായിരുന്നു ഈ പ്രിയ ജോബി ബ്രദർ എന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട അതിന് ചില നാളുകൾക്ക് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അത് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്. പാസ്റ്റർ എപ്പോൾ ഇവിടെ വരുമെന്ന് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് താൻ എന്നോട് പറയുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ എന്നെ ആ പ്രിയ കുടുംബം വളരെ സന്തോഷത്തോടെ എന്നെ ആ ഭവനത്തിനകത്ത് സ്വീകരിച്ചിട്ട് ജോബി ബ്രദർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ അടുത്ത ആഴ്ച മുതൽ ഞാൻ പാസ്റ്റർ കൂട്ടത്തിൽ ആരാധനയ്ക്ക് വരും, ഞാൻ ചർച്ചിൽ വരും എന്നോട് പറയുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ ആ സമയത്ത് പ്രിയ ബീന സിസ്റ്റർ പറഞ്ഞു, അടുത്ത ആഴ്ചയിൽ അച്ചാച്ചൻ പോവുക, അതിനുശേഷമുള്ളതായ സൺഡേയിൽ ഞാൻ വരാം എന്ന് ബീന സിസ്റ്റർ പറയുവാനായിട്ടിടയായി തീർന്നു. അവർ രണ്ടുപേരും അന്ന് വാക്കു പാലിച്ച് ആദ്യത്തെ സൺഡേയിൽ പ്രിയ ജോബി ബ്രദറും അതിനുശേഷമുള്ള സൺഡേ മുതൽ പ്രിയ ബീന സിസ്റ്ററും ദൈവസഭയിൽ കടന്നു വന്ന് ആ വാക്കു പാലിച്ച് ആമേൻ അതേ നിലയിൽ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് 2015 നവംബർ മാസത്തിലായിരുന്നു ആ സംഭവം ഉണ്ടാകുവാനായിട്ടിടയായി തീർന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും ഈ പ്രിയ കുടുംബം ദൈവസഭയോട് ചേർന്ന് ആരാധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവസഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബമായിരുന്നു. പ്രിയ ജോബി ബ്രദറിനെ ഓർക്കുവാൻ തക്കവണ്ണം താൻ നല്ലൊരു മാതൃക ഞങ്ങളുടെ ദൈവസഭയ്ക്ക് വച്ചിട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഗസ്റ്റ് മാസത്തിന് മുൻപ് എന്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ പാസ്റ്ററെ, നമ്മുടെ ചർച്ചിൽ ഒരു ചാരിറ്റി അക്കൗണ്ട് ആവശ്യമാണ്, നമുക്ക് ചാരിറ്റി അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഒരു ചാരിറ്റി അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആഗസ്റ്റ് മാസം മുതൽ ഒരു ചാരിറ്റി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാൻ ഇടയായി തീർന്നത് പ്രിയ സഹോദരന്റെ വാക്കുമൂലമാണ്. എന്നാൽ അതിലേക്ക് എങ്ങനെയാണ് പണം ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ വെഡിങ് ആനിവേഴ്സറിയുടേതായ ഫണ്ടും ബർത്ത്ഡേ ഫണ്ടും ഞങ്ങൾ ആ ചാരിറ്റിയിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാൻ ഇടയായി തീർന്ന ആ സന്ദർഭം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ആ ചാരിറ്റി അക്കൗണ്ട്
ബ്രദറിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എപ്പോഴും ജോബി ബ്രദറിനെയാണ് എനിക്ക് ഓർമ്മ വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ദൈവസഭയ്ക്ക് ആമേൻ താൻ സമർപ്പിച്ചിട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു ഓർക്കുന്നു. സാധുക്കളെ സഹായിക്കണമെന്ന് താല്പര്യമുള്ള സഹോദരനായിരുന്നു. അതുകൊണ്ടാണ് ചാരിറ്റി അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് താൻ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അങ്ങനെ നല്ല നല്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നവർ തന്നെയും അതൊന്നും സഫലമാക്കുവാൻ തക്കവണ്ണം തനിക്ക് പലപ്പോഴും കഴിയാതെ പോയി എന്നുള്ളൊരു കാര്യമുണ്ട്. എന്നാൽ തനിക്ക് കഴിയാതെ പോയത് ആമേൻ നമുക്കത് നിവർത്തിച്ചെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണമെന്ന് കർത്താവിൽ ഞാനും ആഗ്രഹിക്കുന്നു, ഞാനും പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ചില നാളുകൾക്ക് ശേഷം താൻ ശാരീരികമായിട്ട് നല്ല സുഖമില്ലാതെ അന്തേരിയിൽ ഗോകുലാബൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു ആ സമയത്ത് താൻ ഈ ലോകം വിട്ട് കടന്നു പോകുമെന്ന് ഞങ്ങൾ ആ സമയത്ത് വിചാരിച്ചു. എന്നാൽ സഭയായി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു, വ്യക്തിപരമായി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു, സെൻട്രൽ തലത്തിൽ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു, എല്ലാ സഭകളും ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. അനേകരുടെ പ്രാർത്ഥന ഹല്ലേലൂയ തന്റെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന സന്ദർഭങ്ങളായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിന് ശേഷമുള്ളതായ ആ സമയങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ താൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ തന്നെ താൻ എപ്പോഴും ആരോഗ്യത്തിൽ ക്ഷീണതയുള്ളവനായിരുന്നു. എന്നോട് എപ്പോഴും പറയാറുണ്ട്, പാസ്റ്റർ എനിക്ക് 4 നില കയറുവാനായിട്ട് കഴിയുകയില്ല, എന്നെ അണയ്ക്കുന്നുണ്ട്, എനിക്ക് കാലുവേദനിക്കുന്നുണ്ട്. എങ്കിലും താൻ ഹല്ലേലൂയ വളരെ ബന്ധപ്പെട്ട ഇറങ്ങുകയും നടക്കുകയും കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ഒക്കെ ചെയ്യുമായിരുന്നു. എങ്കിലും താൻ ശരീരത്തിൽ ക്ഷീണിതനായിരുന്നു. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, സഭയായി പ്രാർത്ഥിക്കുമായിരുന്നു, വ്യക്തിപരമായി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കർത്താവ് കേട്ടു. ഹല്ലേലൂയ. എങ്കിൽ തന്നെയും കർത്താവ് നമുക്ക് നൽകി തന്ന ഉത്തരം ഇപ്രകാരമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് പ്രിയ കുടുംബത്തെ നമുക്ക് സമർപ്പിച്ചു കൊടുത്താൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അതുപോലെ തന്നെ പ്രിയ ബീനാസിനെ കുറിച്ച് പറയുകയാണെന്ന് വരികിൽ താൻ വളരെ ഹല്ലേലൂയ അധ്വാനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. തന്നാൽ കഴിയുന്നിടത്തോളം ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുവാനെ കൊണ്ട് താൻ വളരെ ഉത്സാഹമുള്ളവളായിട്ട് താൻ ഹല്ലേലൂയ പ്രയത്നിച്ചു. അതിനുവേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ഒക്കെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് ഓർക്കുകയാണ്. താൻ ഹല്ലേലൂയ തന്നാൽ ആവോളം ഹല്ലേലൂയ താൻ ഹല്ലേലൂയ ഒരു നല്ല തന്റെ കഴിവിനും അപ്പുറമായിട്ട് നല്ല ഒരു ഹല്ലേലൂയ ട്രീറ്റ്മെന്റ് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതോർക്കുമ്പോൾ പ്രിയ ബീനാസിനെയും ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണുള്ളത്. അപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ ജെനിസിയെയും ജോയനെയും ഓർക്കുമ്പോൾ നമ്മുടെ സെന്ററിലുള്ള എല്ലാവരും അറിയുന്നതായ കുഞ്ഞുങ്ങളാണ് ജെനിസിയും ജോയനെയും. അവർ സൺഡേ സ്കൂളിൽ ഫസ്റ്റ് വാങ്ങുവാനും അങ്ങനെയുള്ളതായ ഹല്ലേലൂയ നല്ല നല്ല പോയിന്റുകൾ വാങ്ങുവാൻ ഇടയായി തീർന്നതിന് പിന്നിലെ കാരണമെന്ന് പറയുന്നതും പ്രിയ ജോബി ബ്രദറായിരുന്നു. താൻ വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെ കഥ പഠിപ്പിക്കുമായിരുന്നു. മലയാളത്തിൽ പഠിപ്പിക്കുന്ന കഥകളായിരുന്നു തങ്ങളുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെതായ പ്രോഗ്രാമുകളിൽ കടന്നു വന്ന് പറയുകയും നല്ല വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് സ്ഫുടതയോടുകൂടിയും കുഞ്ഞുങ്ങൾ പറയുന്നതിന്റെ പിന്നിലെ ഉള്ളതായ ഒരു അധ്വാനം എന്ന് പറയുന്നത് അത് പ്രിയ ജോബി ബ്രദറായിരുന്നു. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. എങ്കിലും കർത്താവ് പ്രിയ കുടുംബത്തെ വരും ദിവസങ്ങളിൽ അത്ഭുതകരമായി നടത്തട്ടെ, അതിശയകരമായി നടത്തട്ടെ. പ്രിയ കുഞ്ഞുങ്ങളെയും പ്രിയ സഹോദരിയെയും നമുക്ക് ചേർത്ത് നിർത്തിക്കൊണ്ടുപോകാൻ തക്കവണ്ണം ഏത് സാഹചര്യങ്ങളിലും അവരെ ചേർത്ത് നിർത്തി കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇടയായി തീരണം. സഭയായിട്ട് ഇടയായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവം പ്രിയപ്പെട്ടവരെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. നാട്ടിൽ നിന്ന് കടന്നു വരേണ്ടുന്നവരുണ്ട്, പൂരിൽ നിന്ന് കടന്നു വരേണ്ടുന്നവരുണ്ട്, ഗൾഫിൽ നിന്ന് കടന്നു വരേണ്ടുന്നവരുണ്ട്. അങ്ങനെ ദേശത്തിന്റെയും രാജ്യത്തിന്റെയും പലയിടങ്ങളിലായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അധികം താമസമില്ലാതെ എല്ലാവരെയും ഹല്ലേലൂയ ഇന്നലെ 8 മണിയോടുകൂടെയുള്ളതായ ബന്ധത്തിൽ എല്ലാവരെയും കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ഭവനത്തിലെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യാത്രയിൽ കൂടെ ഇരുന്ന കർത്താവ് നമുക്ക് നന്ദിയോടൊന്ന് സ്തോത്രം ചെയ്യാം. പലയിടത്തായിരുന്നവர்கள் തന്നെയും കടന്നു വന്ന് ഈ ഫോൺ സർവീസിന് സംബന്ധിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ എല്ലാ നല്ല സന്ദർഭങ്ങളെയും എല്ലാ നല്ല സാവകാശങ്ങളെയും ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഹൃദയത്തോട് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെല്ലാവരെയും
എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ കൃപ പ്രിയ ഭവനത്തോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് ഞാൻ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. നമ്മെ ആശ്വസിപ്പിക്കുന്നത് നമ്മുടെ കർത്താവാണ്. മാനുഷിക ആശ്വാസം ഹല്ലേലൂയ അതിനെല്ലാം പരിധിയുണ്ട്. എന്നാൽ പരിധിക്കും അപ്പുറമായി നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അതോർത്ത് ആശ്വാസത്തിൽ ഹല്ലേലൂയ അവൻ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ തിരുപാദപീഠത്തിലായിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പാട്ട് കൂടി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവദാസന്മാർക്ക് കണ്ടോളൻസ് പറയുവാനുള്ളതായ അവസരങ്ങൾ നാം ഇവിടെ ഒരുക്കുന്നുണ്ട്. ദീർഘസമയങ്ങൾ നമുക്ക് കണ്ടോളൻസ് പറഞ്ഞു നീട്ടുവാൻ നമുക്ക് ഒട്ടും തന്നെ നമുക്ക് അവസരങ്ങളില്ല. ആമേൻ. ചില ദൈവദാസന്മാർക്ക് കണ്ടോളൻസ് പറയുവാൻ അവസരം കൊടുക്കുന്നു. ആമേൻ. ഒന്ന് നമ്മുടെ സോബിൻ പാസ്റ്റർക്ക്, രണ്ട് നോബിൻ പാസ്റ്റർക്ക് കണ്ടോളൻസ് പറയുവാൻ നിങ്ങൾ 2 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ എടുക്കരുത്. 2 മിനിറ്റ് മാത്രമേ അതിന് അവസരമുള്ളൂ. അപ്പോൾ തന്നെ റോബിൻ മാമൻ പാസ്റ്ററും കടന്നു വന്ന് ഈ 3 ദൈവദാസന്മാർ ഈ 2 മിനിറ്റിൽ മാത്രം നിങ്ങളുടെ കണ്ടോളൻസ് ഇപ്പോൾ അറിയിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ ദുഃഖസാന്ദ്രമായ സമയത്ത് പ്രിയ ജോബി ബ്രദറിനെ ഞങ്ങൾ ഒരുമിച്ച് ഹോളി ക്രോസ് സ്കൂളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവിടുന്ന സമയങ്ങളെല്ലാം കാണുകയും സംസാരിക്കുകയും കഴിഞ്ഞ ദിനങ്ങൾ പോലും ഞങ്ങൾ സംസാരിക്കുകയും കാണുകയെല്ലാം ചെയ്യുവാനിടയായി. 4 ദൈവവചനം പറയുന്നത് പോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോടുകൂടി ഉയർക്കുകയും ചെയ്യുമെന്നുള്ള ഉറപ്പിൻ്റെ ആ വാക്തത്വം നമുക്ക് കിടക്കുന്നതുകൊണ്ട് ഒരു ദിവസം ആ ജോബി ബ്രദറിനെ നമുക്ക് കാണാം. ഒരു ഉയർപ്പിൻ്റെ നാള് കർത്താവ് വെച്ചിട്ടുണ്ട്. പ്രത്യാശയുടെ നാളുകളുണ്ട്. ആ ദിവസത്തിൽ ക്രിസ്തുവിൽ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ സന്നിധി കാണാമെന്നുള്ള പ്രത്യാശ ദുഃഖിതരായിരിക്കുന്ന കുടുംബത്തിന് ദൈവത്തിൻ്റെതായിരിക്കുന്ന സാന്ത്വനവും ആശ്വാസവും ദൈവം കൂടുതലായി പകരുമാറാകട്ടെ. IPC വീര ഭയന്തർ, IPC ഗ്രേറ്റർ മുംബൈ ഡിസ്ട്രിക്റ്റിൻ്റെയും എല്ലാവിധ കണ്ടോളൻസും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ സഭയായും കുടുംബമായും ദൈവദാസി കുഞ്ഞുങ്ങളെയും സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദുർബാന്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ
സഭാവിശ്വാസികൾ എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം നൽകുന്നു. പ്രിയ ജോബികളുടെ ഞാനിവിടെ വന്ന നാൾ മുതലേ പ്രിയ ജോബികളെ പരിചയപ്പെടുവാനും ആ ഒരു ബന്ധം അവസാന സമയം വരെയും ഉണ്ടാകുവാനും ഇടയായിത്തീർന്നു. പ്രത്യേകം ഞാൻ ശുശ്രൂഷിക്കുന്ന സാക്കിനാക്കൻ സഭയിലെ പ്രിയ മേരി മാമയുടെ സഹോദരൻ്റെ മകളുടെ ഹസ്ബൻഡാണല്ലോ പ്രിയ ജോബി ബ്രദർ. അതിനോട് സംബന്ധമായിട്ട് സാക്കിനാക്കൻ സഭയിൽ നിന്നും നിങ്ങൾക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. നാം ഒന്ന് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി, ഹല്ലേലൂയ, നമ്മളൊക്കെയും ഈ ഒരു വഴിയിലൂടെ പോകേണ്ടവരാണ്. നമ്മളെല്ലാം ഈ വഴിയിലൂടെ പോകേണ്ടവരാണ്. എന്നാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. പ്രിയദാസനെയും ആ സ്വർഗീയവാസത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുമെന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നേടുന്നതോ ഈ ലോകത്തിൽ പ്രാപിക്കുന്നതോ ഈ ലോകത്തിൽ ഉള്ളതോ ഒന്നുമല്ല. അതിനപ്പുറമായിട്ട് നമ്മുടെ മരണത്തിനപ്പുറമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു നിത്യമായ അനുഭവം തന്നെയാണ്. അതുകൊണ്ട് വേർപാട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ദുഃഖവും അതുപോലെ തന്നെ നിലവിളി ഒക്കെയുമാണ്. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയോടെ നമുക്ക് ജീവിക്കുവാൻ കഴിയുമാറാണ്. ഈ കുടുംബത്തിൻ്റെ വേദനകളുടെ ഞങ്ങൾ സഭയായി ഞങ്ങൾ നിങ്ങളോട് കൂടെ ആയിരിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല സഭയുടെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ള കണ്ടോളൻസും പ്രേയറും ഈ തരണത്തിൽ അറിയിച്ചു കൊടുക്കും. പ്രിയ ചുമതലയുടെ ഫ്യൂണൽ സർവീസായി ഇങ്ങനെ ഒരുമിച്ച് കാര്യപ്രധാനത്തിലെ ദൈവയുടെ വിരത്തിലോ ഞാൻ സൗകര്യം നിങ്ങളുടെ പ്രാവശ്യം കണ്ട് വർത്തമാനം പറയുവാനൊക്കെ സ്വർഗത്തിൽ ദൈവയുടെ വിരത്തിയിട്ടുണ്ട്. ഭാഷക്കേറ്റ സാക്ഷ്യം കേട്ടപ്പോൾ പ്രസവവും എൻ്റെ ജീവിതത്തിൻ്റെ പ്രകാരം പ്രത്യാശയോടെ ജീവിക്കുകയും കേൾക്കുവാനൊക്കെ ദൈവയുടെ വിരത്തിയുടെ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നത് പ്രസവവും ഹല്ലേലൂയ ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കുന്നു. പ്രത്യേകം നമുക്ക് നമ്മുടെ അകത്തളത്തിൽ പ്രത്യാശയുണ്ട്. പ്രസവവും പ്രിയ ജോബിബ്രദറിൽ നിന്ന് മാറ്റപ്പെട്ടുവെങ്കിലും കർത്താവിൻ്റെ നാളിൻ്റെ വരവെങ്കിലും പ്രൈസലോ പ്രിയ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും. ആ പ്രത്യാശയോടുകൂടെ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവയുടെ വരുത്തട്ടെ. ഈ കുടുംബത്തെ എല്ലാവരെയും ദൈവീയ ആശ്വാസം നിറയ്ക്കട്ടെ. ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭയുടെ ഏകവിധമായ കറോൺസ് ഈ സമയത്ത് അറിയിക്കും. ആമേൻ. അപ്പോൾ തന്നെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ മഹാരാഷ്ട്ര റീജിയൺ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഫാസ്റ്റർ കെ മാത്യു അവരുടെ നമ്മുടെ മധ്യത്തിലുണ്ട്. താനും ഒരു 2 മിനിറ്റ് സംസാരിക്കുവാനുള്ളതായ അവസരം തനിക്കും അനുവദിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം മാറാകട്ടെ. സമയഭേദം കൂടാതെ എപ്പോഴും ആശ്വാസത്തിനും സമാധാനത്തിനുമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുവാൻ ദൈവമക്കൾക്ക് അവസരവും അതിനുള്ളതായിരിക്കുന്ന സാധിക്കുമെന്നുള്ളതോർത്ത് ദൈവത്തിന് സ്തോത്രം. ഇന്നലെ വൈകിട്ട് നടന്ന പ്രയർ മീറ്റിങ്ങിൽ ഞങ്ങളുമായി സംബന്ധിക്കാനും ദൈവാവധിയും ശുശ്രൂഷിക്കാനുമുള്ള അവസരം ലഭിച്ചു. എന്ന് ഈ സംസ്കാര ശുശ്രൂഷയിലും വന്ന് സംബന്ധിക്കാൻ കർത്താവിനെയാക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. നിര്യാതനായ ജോബിയുമായി ആരംഭത്തിൽ ഏതാനും പ്രാവശ്യങ്ങളുള്ള ഞാൻ കാര്യങ്ങളിൽ ഓർപ്പിക്കുകയുണ്ടായി. എന്നാൽ ആകസ്മികമായ തൻ്റെ വേർപാട് ഏറ്റവും അധികമായി വേദന ഉളവാക്കുന്നത് തൻ്റെ ഭാര്യ അമ്മായിക്കും തൻ്റെ കുഞ്ഞുങ്ങൾക്കും തൻ്റെ മാതാപിതാക്കൾക്കും ദൈവമായ കർത്താവ് അവരെ ആശ്വസിപ്പിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ദൂരമറിഞ്ഞ സമയം മുതൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക കർത്താവ് ഇടയാക്കി. അതോർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുവഴുത്തിൽ ഇങ്ങനെ ഒരു വാക്യം നമുക്ക് വായിക്കാൻ പൂർണ്ണമായി കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 48-ാമത്തെ അധ്യായത്തിലാണ് യാക്കോബ് തൻ്റെ മരണസമയത്ത്
തൻ്റെ മക്കളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ അടുത്ത് നിൽക്കുന്നതായ സമയത്ത് അവരോട് പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ്: ഇതാ ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളോടുകൂടി ഇരുന്ന് നിങ്ങളെ മുന്നോട്ട് നയിക്കും, കൊടിയെന്ന് എത്തിക്കേണ്ടതായ സ്ഥലത്ത് എത്തിക്കും. ദൈവത്തിന് ഇഷ്ടം. ആ വാക്യം ഇതിനായി നിങ്ങളും സഹോദരങ്ങളും മാതാപിതാക്കളും പ്രത്യേകമായി ഇവിടെ ഈ ശവസംസ്കാര ശുശ്രൂഷ കഴിയുമ്പോൾ ഇവിടെ നിന്ന് തന്നെ ഈ സെമിത്തേരിയിൽ നിന്ന് തന്നെ നമ്മൾ പലരും നാട്ടിൽ നിന്നും കുവൈറ്റിൽ നിന്നുമൊക്കെ വന്ന ആളുകൾ ചില ദിവസങ്ങളോ ആഴ്ചകളോ ഇവിടെ ഉണ്ടാകും. അതിനുശേഷം അവരും അതാത് സ്ഥലങ്ങളിലേക്ക് കടന്നു. എന്നാൽ ദൈവത്തിന് ഇഷ്ടമാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് സംഭവം അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ ദൈവത്തിന് ഇഷ്ടമാണ് പറഞ്ഞ ആ വാക്യം പ്രത്യേകമാണ്: ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളോടുള്ളത്. ആൾക്കാർ ഇവിടെ നിന്നും അടുത്ത ദിവസങ്ങളിലുമൊക്കെ ആയിട്ട് മാറിപ്പോകുമ്പോൾ മാറാത്ത ഒരുവൻ നമ്മുടെ കർത്താവ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. സംഭവത്തിൽ നമുക്കിങ്ങനെ വായിപ്പാൻ ഈ തലമുറയായി ഞങ്ങളുടെ സങ്കേതം വരികയും തലമുറകൾ മാറിപ്പോവുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മാറ്റമില്ലാത്ത ഒരുവൻ, ഇന്നലെയും ഇന്നും എന്നത്തേക്കും അനന്യനായവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്നലെ കണ്ട ആളുകളെ ഇന്ന് നമ്മൾ കാണുന്നു, ഇന്ന് കാണുന്നവരെ നാളെ നമുക്ക് കാണാം എന്ന് തീർത്ത് പറയുവാൻ തക്കവണ്ണമായിട്ട് കഴിയുന്നതുമില്ല. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ട ജോഡിയുടെ പിതാവ്, മാതാവ്, എൻ്റെ ബിനായുടെ പിതാവ്, മാതാവ്, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, എല്ലാ പ്രിയപ്പെട്ടവരുമായി ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരോടുമായി എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് ദൈവത്തിൻ്റെ സ്തോത്രം. നാം സ്നേഹിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരുമായിരിക്കുന്ന ആളുകളൊക്കെ വിട്ടുപോകും, മാറിപ്പോകും. എന്നാൽ മാറാത്ത ഒരുവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. അവിടുത്തെ വലിയ സാന്നിധ്യം തുടർന്നും അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ സഭയായും അത് വ്യക്തികളായും കുടുംബങ്ങളായും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നും ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് പിൻബലമായിരിക്കും. ഇന്ത്യ ബന്ധക്കോസ് ദൈവസഭ മഹാരാഷ്ട്രയിലുള്ളതായ ദൈവദാസന്മാരുടെയും സഭകളുടെയും പ്രാർത്ഥനയും അനുശോചനവും ഈ സമയത്ത് അറിയിക്കുന്നത് എനിക്ക് അവസരം തന്ന പ്രിയമുള്ളവരോട് പ്രത്യേകം എൻ്റെ നന്ദി അറിയിക്കുന്നു. കർത്താവ് എന്നെ സഹായിക്കുന്നു. തുടർന്ന് നമുക്കൊരു പാട്ട് നമുക്ക് കേൾക്കുവാനായിട്ടിടയായിത്തീരും. പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോട് തുറന്നിടാൻ. ആ പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. അതിനുശേഷം ഉള്ളവർക്ക് 1 മിനിറ്റ് അവസരം മാത്രമേ അനുവദിക്കുന്നുള്ളൂ. CMൻ്റെ അനുബന്ധിച്ച് ജെയിംസ് അവൻകൂട്ട് കടന്നു വരികയും അപ്പോൾ തന്നെ പാസ്റ്റർ ഫ്രാങ്ക്ലിൻ 1 മിനിറ്റ് സമയം തനിക്കും അനുവദിക്കുന്നു. ആ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ഈ സുന്ദരിയ സമയത്ത് ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തെ നല്ല ഭാഗ്യത്തോർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ആത്മസ്നേഹിതനാണ് എബിച്ചാനുമായിട്ടുള്ള ബന്ധത്തിന് പലവട്ടം ജോബി കുടുംബത്തിൽ പലവട്ടം അവരെ കാണുവാനും അവരോട് ഒരുമിച്ച് സഹകരിക്കുവാനും കർത്താവ് എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എബിച്ചാനോട് ഇന്ന് പറഞ്ഞത് ജോബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്ത് ഇറങ്ങിയിടാനെന്നുള്ള പാട്ടാണ്. ആ പാട്ടിൻ്റെ ചില വരികൾ നമുക്ക് കേൾക്കാം. നമുക്ക് ഒരുമിച്ച് അറിയാവുന്നവർ ചേർന്ന് പാടി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനിടയായി തീരും.
ദേഹമെന്നോരാ വസ്ത്രമൂരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമി എന്നോരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ, ആദിവ്യാധികളന്യമായി കർത്താവേ ജന്മം ധന്യമാ, പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം, എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരെ പിറ്റേന്നോപ്പമുണർന്നിടാം. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ, പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം, എത്തുന്നേ ഞാന് നാഥന്റെ ചാരെ പിറ്റേന്നോപ്പമുണർന്നിടാം. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ, എത്തി ഞാനെത്തി സന്നിധേ, എത്ര നാൾ കാത്ത സന്നിധേ, പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം, എത്തുന്നേ ഞാനും നാഥന്റെ ചാരെ പിറ്റേന്നോപ്പമുണർന്നിടാം. കർത്താവ് കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബീന കുഞ്ഞുങ്ങളെ കുടുംബത്തിലുള്ള എല്ലാവരെയും സിസ്റ്റർ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. आमीन। जेम्स आइए। मैं प्रभु का धन्यवाद करना चाहूँगा आज के दिन यहाँ पर आने के लिए, खासकर माय सिंसियरेस्ट कंडोलेंसेस टू द फैमिली। जल्द से जल्द बोलना चाहूँगा, मैं ब्रदर को इतने अच्छी तरह नहीं जानता था, लेकिन उनका कार्य मैंने बहुत देखा है उनके बच्चों के द्वारा। और स्पीकिंग फ्रॉम सेंटर सीएम, हमारे सारे प्रोग्राम्स में उनके बच्चे जेनिसा एंड जोआना उनको परमेश्वर ने काफ़ी चीज़ों में आगे बढ़ाया है। और इट्स बिकॉज द अंकल वाज ऑलवेज अहेड फॉर देम। आई बिलीव, जैसे पास्टर ने भी कहा, हर काम में, परमेश्वर के काम में उन्होंने आगे एक कदम लगाया है। एंड आई बिलीव दिस इज़ व्हाट वी आर हियर फॉर। हमें परमेश्वर के लिए कदम उठाना है। ये बहुत बड़ा एग्जाम्पल है सारे जवानों को। आई स्पीक ऑन बिहाफ ऑफ ऑल द यूथ्स फ्रॉम आवर सेंटर सीएम, एंड आई जस्ट वांट टू से दैट the journey that we have on earth is not itself, it's the journey afterwards, that is with our Lord and Savior Jesus Christ. And I believe the uncle is a great example, and I want to share my condolences to the family. This is a grieving time, and I know God will comfort you, and God will use them mightily is what I pray, and I believe God will bless their lives, in crazier ways. That's what I speak over this family. Also, I want to thank, हमारे प्रेसिडेंट नहीं आ पाए, पास्टर पिन्नू, उनकी तरफ से भी मैं आप सबको अपना कंडोलेंसेस देता हूँ, और साथ ही साथ हमारे सेंटर सीएम के सारे कार्यक्रम में की तरफ से आप सभी को मैं कंडोलेंसेस देता हूँ। थैंक यू सो मच। Praise the Lord. ഇതൊരു
വിഷമമുള്ള സമയത്ത് പ്രിയ കുടുംബത്തോടൊപ്പം ചേർന്ന് എല്ലാവിധ പ്രത്യാശയും ദുഃഖവും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ഒരു പക്ഷി തന്നെ കൂട് വിട്ട് പറന്നു പോകുന്നത് പോലെയാണ് മരണം. മരണത്തെക്കുറിച്ച് വചനത്തിലൂടെ വ്യക്തമായി പറയുന്നു. നമ്മുടെ എല്ലാ പരിമിതികളും, എല്ലാ അസുഖങ്ങളും, എല്ലാ വേദനകളും, ക്ഷീണവും വിട്ട് നിത്യമായ കൂടാരത്തിലേക്കുള്ള ഒരു ഉയർച്ചയാണ് മരണം. ജോബി ഒരു ബെറ്റർ പ്ലേസിലാണ് നമുക്ക് ആശ്വസിക്കാം. അദ്ദേഹം ഭൂമിയിൽ പൂർത്തിയാക്കാതെ പോയ കാര്യങ്ങളില്ല. സങ്കീർത്തനങ്ങൾ പറയുന്നു, ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്. നമ്മുടെ ആശ്രയവും നമ്മുടെ ബലവും ദൈവമാണ്. തീർച്ചയായും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും സിസ്റ്ററെയും പ്രായം മാതാപിതാക്കന്മാരെയും ദൈവം ബലപ്പെടുത്തും. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. IPC ഫെയ്ത്ത് സിറ്റി ചർച്ച് സഭയുടെ എല്ലാവിധ അനുശോചനങ്ങളും രേഖപ്പെടുത്തുന്നു. പ്രിയ എബിചായൻ സിസ്റ്റർ, അവരെയും ഓർക്കുന്നു. ദൈവം സഹായിക്കണം. ചില പ്രിയപ്പെട്ടവരെ കണ്ടോളൻസ് അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്ര മുംബൈ ഗോവ സെൻറ്റർ പാസ്റ്റർ ജേക്കബ് ജോൺ എന്ന ഇവിടെ കടന്നു വരുവാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കണ്ടോളൻസ് അറിയിക്കണമെന്ന് ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ബഹ്റിൻ സുവാർത്ത ചർച്ചിൻ്റെ കണ്ടോളൻസ് ഇവിടെ അറിയിക്കണമെന്ന് പറയുന്നു. അത് അറിയിക്കുന്നു. അപ്പോൾ തന്നെ സൗദിയിലുള്ളതായ പാസ്റ്റർ റിച്ചിയുടെയും കുടുംബത്തിൻ്റെയും കണ്ടോളൻസും ഇപ്പോൾ ഇവിടെ അറിയിക്കുകയാണ്. ആമേൻ, സ്തോത്രം. അനുശോചനം, കണ്ടോളൻസ് അത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആമേൻ. ഇനി തുടർന്ന് ദൈവ വചന ശുശ്രൂഷയ്ക്കായിട്ട് അല്പസമയം നമുക്ക് വേർതിരിക്കുവാനായിട്ട് ആമേൻ താല്പര്യപ്പെടുന്നു. ആദ്യമായിട്ട് സെൻറ്ററിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ ഷിബു MA അല്പസമയം ഉപയോഗിക്കും. അതിനുശേഷം നാഗപ്പൂർ ഔറംഗാബാദ് സെൻറ്ററിൻ്റെ മിനിസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ സ്റ്റീഫൻ ജോർജ് അല്പസമയം തിരുവനന്തപുരം സംസാരിക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. വേണ്ട ദുഃഖം തെല്ലുമേ കൊണ്ടു പ്രത്യാശയിന്ദിനം, വേണ്ട ദുഃഖം തെല്ലുമേ കൊണ്ടു പ്രത്യാശയിന്ദിനം, കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി, കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ പകൽ വാഴ്ത്തപ്പെട്ട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സിസ്റ്റർ കുഞ്ഞുങ്ങൾ, പ്രിയ സഹോദരങ്ങളോട് ബന്ധത്തിലുള്ള സകല കുടുംബാംഗങ്ങൾ ദിവ്യമായ സമാധാനത്താൽ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ കർത്താവിനെ സേവിക്കുവാനും കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുവാനും ഈ ഭൂമിയിൽ തനിക്ക് തൻ്റെ കുടുംബത്തിന് ദൈവം നൽകിയ ഭാഗ്യകരമായ അവസരം ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വേദവാക്യം, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ദൈവവചനത്തിൽ നാം വായിച്ചു കേട്ടത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. ജീവിതത്തിൽ എന്തെല്ലാം നേടി എന്ന് പറഞ്ഞാലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവവുമായ ഒരു നല്ല ബന്ധം സ്ഥാപിക്കുവാൻ ഈ ഭൂമിയിൽ ലഭിക്കുന്ന അവസരമാണ്
വലിയ ഭാഗ്യകരമായ അവസരം. അതിൽ പ്രാധാന്യത എന്ന് പറഞ്ഞാൽ അതിൻ്റെ 14-15 വാക്യം ഇങ്ങനെ വായിക്കുന്നു: മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിവിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിവിട്ടു. നമ്മൾ 6-ാമത്തെ വാക്യത്തിൽ വായിച്ചു, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ദൈവവചനം നാം വായിക്കുമ്പോൾ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ വിശുദ്ധനുമാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല എന്ന വാക്കുകൾ വചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നു. അതിൻ്റെ കാരണം 14-15 വാക്യം പറയുന്നത് നിത്യമായ മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച മനുഷ്യരെ കുറിച്ചാണ് ഓർപ്പിപ്പാനിടയായത്. ഓർക്കണേ, ലംഘനം ക്ഷമിച്ച് പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യമാണ്. ജീവിതത്തിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അവകാശമില്ല എന്നുള്ളതാണ് ദൈവവചനത്തിൽ വായിക്കുന്നത്. ആകയാൽ നമ്മുടെ കർത്താവായ യേശുവിനെ നമ്മുടെ രക്ഷിതാവായി സ്വീകരിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ, വിശുദ്ധ ജീവൻ നയിപ്പാൻ, ഭാഗ്യകരമായൊരു ജീവൻ നയിപ്പാൻ ദൈവം നമുക്ക് ഏവർക്കും ധാരാളമായി കൃപ പകരട്ടെ. ഈ പ്രത്യേക ദുഃഖകരമായ സാഹചര്യത്തിൽ മുംബൈ ഗോവ സെൻറ്ററിലെ പാസ്റ്റേഴ്സിൻ്റെയും ദൈവമക്കളുടെയും ദുഃഖവും പ്രത്യാശയും ഉദ്ധരണത്തിൽ അറിയിക്കുന്നു. മുംബൈ ഗോവ സെൻറ്ററിലെ വുമൺ ഫെലോഷിപ്പിനോടുള്ള ബന്ധത്തിൽ അവരുടെയും അനുശോചന വാക്കുകൾ ഉദ്ധരണത്തിൽ ഓർപ്പിക്കുന്നു. സൺഡേ സ്കൂളിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവരുടെയും അനുശോചന വാക്കുകൾ അറിയിക്കുന്നു. പാണ്ഡൂപ്പ് സഭ ദൈവമക്കളുടെയും ദുഃഖവും പ്രത്യാശയും ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ വാത്സല്യ സഹോദരൻ ജോബി ബ്രദറിൻ്റെ ശാരീരിക വേർപാടിൽ വളരെ വേദനയിലായിരിക്കുന്ന പ്രിയ സിസ്റ്റർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, രക്തബന്ധങ്ങൾ, സഭാജനങ്ങൾ, നിങ്ങളുടെ എല്ലാവരുടെയും ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. പ്രിയ ജോബി ബ്രദറിൻ്റെ ശാരീരിക വേർപാടിൻ്റെ വാർത്ത വളരെ വേദനയോടെയാണ് കേൾപ്പാനായിട്ടിടയായിത്തീർന്നത്. നവംബർ മാസം 2-ാം തീയതി സാഖിനാക്ക സഭയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കമ്പയിൻ വർഷിപ്പിൽ പ്രിയ ജോബി ബ്രദർ കടന്നു വന്നു. അന്ന് കുറച്ചു നേരം സംസാരിക്കാൻ പ്രിയ അവസരം തന്നു. തൻ്റെ ശാരീരിക സൗഖ്യത്തെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ താൻ പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് അല്പം ആശ്വാസമുണ്ട്, കുറച്ച് നാൾ കൂടെ എനിക്ക് വിശ്രമം ആവശ്യമാണ്, ചില നാളുകൾ കൂടെ കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് ജോലിയിലൊക്കെ പ്രവേശിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവത്തിന് ഒത്തിരി മഹത്വമൊക്കെ അർപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. കാരണം ജോബി ബ്രദർ ശാരീരികമായ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നു എന്നറിഞ്ഞ ആ സമയം മുതൽ ഇടപെടാതെ തൻ്റെ സൗഖ്യത്തിന് വേണ്ടി ദൈവത്തോട് നൂറുകണക്കിന് ദൈവമക്കളും ദൈവദാസന്മാരെ പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ദൈവം തനിക്ക് ആശ്വാസം നൽകി. എന്നാൽ കഴിഞ്ഞ ദിവസം പെട്ടെന്നാണ് താൻ ശരീരത്തിൽ ബലഹീനനായി തീരുവാനിടയായി തീർന്നു. നമ്മളൊരു പക്ഷെങ്കിൽ ഇവിടെ ഇരുന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ദൈവമേ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവാണോ, അതോ തനിക്ക് ട്രീറ്റ്മെൻറ്റ് ലഭിക്കാത്തതാണോ? അതൊന്നുമല്ല. അനേക ദൈവമക്കൾ, ദൈവദാസന്മാർ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവരൊക്കെ പ്രിയ സഹോദരൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ കുറവല്ല, അതാത് സമയങ്ങൾ തനിക്ക് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ലഭിച്ചു, അതിൻ്റെ കുറവല്ല. ഇത് നമ്മെ വിളിച്ചറിയിക്കുന്നത് ഒരു വ്യക്തി എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള കാര്യം. തൻ്റെ വേല തികച്ചതിന് ശേഷം കർത്താവ് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർപ്പാനായിട്ട് അവിടുന്ന് ഇടയായി തീർന്നു. അതുകൊണ്ട് വേദപുസ്തകത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന നാം അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. ദൈവം തന്നെ ഏൽപ്പിച്ചതായിരിക്കുന്ന ദൗത്യങ്ങൾ പൂർത്തീകരിക്കാനിടയായി. അടുത്തതായിരിക്കുന്ന നമ്മുടെ ഒരു ചോദ്യമാണ്: ജോബി ബ്രദർ നമ്മെ വിട്ട് കടന്നുപോയി, ഇനി മുൻപോട്ട്
തൻ്റെ കുടുംബം, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, അവരുടെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ്. എന്നാൽ അതിനും വേദപുസ്തകം വ്യക്തമായിരിക്കുന്ന ഒരു മറുപടി നമുക്ക് തരുന്നുണ്ട്. തിരുവചനത്തിൽ നാം വായിക്കുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. തിരുവചനത്തിൽ നാം വായിക്കുന്നു, അനാഥർക്കും വിധവുമാർക്കും ന്യായപാലനം ചെയ്തെന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്ന നമ്മൾ ഒരിക്കലും ലജ്ജിതരായി തീരുവാൻ ദൈവം അനുവദിക്കുകയില്ല. മുൻപോട്ടുള്ള ജീവിതത്തിൽ തൻ്റെ ദാസിയുടെയും കുഞ്ഞുങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും ഒക്കെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നുള്ളത് ദൈവം നേരത്തെ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. നാം ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. ദൈവം നമ്മെ നടത്തുവാൻ ശക്തനായ ദൈവം. പ്രിയ ജോബി ബ്രദർ സൗമ്യനായ ഒരു വ്യക്തിയായിരുന്നു. ദൈവസഭയോടുള്ള ബന്ധത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനായിരുന്നു. കഴിഞ്ഞ ദിവസം താൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട് അവിടുന്ന് ഇടയായി തീർന്നു. 1-2 തിരുവചന ഭാഗങ്ങൾ ഈ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആമേൻ. മരണമെന്നുള്ളത് നമ്മുടെ അവസാനമല്ല. അതാണ് ദൈവോധനം നമ്മെ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. സ്വയമായി കരഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വരികയും അനേകരെ കരകേൽപ്പിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒന്നാണ് മരണമെന്നുള്ളത്. ജനനം ഈ ലോകത്തിൽ വരുവാനുള്ള ഒരു വാതിലാകുന്നുവെങ്കിൽ മരണമെന്ന് പറയുന്നത് വേറൊരു ലോകത്തിലേക്ക് പോകുവാനുള്ള വഴിയാണ്. അതുകൊണ്ട് മരണം ഈ ലോകത്തിൽ നമ്മൾ അവസാനിക്കുന്നുവെങ്കിലും ലോകത്തിനപ്പുറം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശാശ്വതമായ ഭവനമുണ്ട്, ഒരു നിത്യജീവനുണ്ട് എന്നുള്ളത് ഇന്ന് പകൽക്കാലം നാം എല്ലാവരും മനസ്സിലാക്കേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഭക്തനായിരിക്കുന്ന ഇയ്യോബ് തന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഇപ്രകാരം പറയുവാനായിട്ടിടയായി തീർന്നു. ആമേൻ. എൻ്റെ ത്വക്ക് ഇങ്ങനെ ക്ഷയിച്ച ശേഷം ഞാൻ ദേഹസഹിതനായിട്ട് എൻ്റെ ദൈവത്തെ എന്ത് ചെയ്യും, കാണും. അന്യനല്ല, സ്വന്തം കണ്ണാൽ തന്നെ. അപ്പോൾ ത്വക്ക് ക്ഷയിച്ചു എന്ന് വന്നേക്കാം, ദ്രവത്വം സംഭവിച്ചു എന്ന് വന്നേക്കാം, മണ്ണോട് മണ്ണ് ചേർന്നു എന്ന് വന്നേക്കാം. പക്ഷേ അതിനപ്പുറമായിട്ട് ആമേൻ നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയുന്ന ഒരു ശ്രേഷ്ഠകരമായ അവസ്ഥയുണ്ട്. ആ തിരുവചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ ദൈവത്തോടൊന്ന് സ്തോത്രം ചെയ്താണ്. ആമേൻ. മരണം നമ്മുടെ അവസാനമല്ല എന്നുള്ളതിനെ കുറിച്ച് യേശു കർത്താവ് തന്നെയാണ് ശക്തമായിട്ട് നമ്മോട് വചനത്തിൽ നിന്ന് ഓർപ്പിക്കുവാനായിട്ടിടയായി തീർന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാൾ വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ യേശു കർത്താവ് പറയുകയാണ്, മരിച്ചവർ ജീവിക്കുന്ന ഒരു സുദിനമുണ്ട്. ചിലർ ന്യായവിധിക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ക്രിസ്തുവിൽ ജീവിതം ആരംഭിച്ച് ക്രിസ്തുവിൽ ജീവിതം അവസാനിപ്പിക്കുന്ന മക്കൾ അവർ നിത്യജീവനായിട്ട് എഴുന്നേൽപ്പാനായിട്ടിടയായി തീരും. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ജോബി ബ്രദറിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിൽ ജീവിതം ആരംഭിച്ച് കർത്താവിൽ ജീവിതം അവസാനിപ്പിച്ച ഈ വാത്സല്യ ജോബി ബ്രദർ ആമേൻ ഒരു നിത്യജീവനായിട്ട് എഴുന്നേൽപ്പാനായിട്ട് ഇടയായി തീരും. അങ്ങനെയാകുന്നുവെങ്കിൽ മരണമെന്നുള്ളത് ഒരു ക്രിസ്തു ഭക്തന്റെ ജീവിതത്തിൽ അവന്റെ അവസാനമല്ല, അതിനപ്പുറത്ത് ഒരു ശാശ്വതമായ വാസമുണ്ട്. രണ്ടാമതായിട്ട് മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നാം മനസ്സിലാക്കേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണ്. ജനിക്കുമ്പോൾ തന്നെ നാം മരിപ്പാനുള്ള പ്രായത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണ്. കാരണം ജനിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ കൂടെയൊക്കെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ നിഷ്ഫലമാണ്. ശ്രദ്ധിക്കുക, ജനിച്ചു കഴിഞ്ഞ വ്യക്തി ഏതൊരു സമയത്തും മരിക്കുവാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് മുൻപോട്ടുള്ള നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും വളരെ സൂക്ഷ്മമായിരിക്കണമെന്നുള്ളത് ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്. ആമേൻ. നമുക്ക് പല കാര്യങ്ങൾ തീരുമാനിക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. ആമേൻ. എവിടെ വീട് വെക്കണം, എങ്ങനെ വീട് വെക്കണം, ഏത് വസ്ത്രം ധരിക്കണം, ഏത് ആഹാരം കഴിക്കണം, ആമേൻ, എവിടെ വിവാഹം കഴിക്കണം, എവിടെ പോകണം എന്നുള്ള തീരുമാനങ്ങൾ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് തീരുമാനിക്കാനായിട്ട് കഴിയും. എന്നാൽ നമുക്ക് തീരുമാനിച്ച് ഉറപ്പിക്കുവാൻ കഴിയും
കഴിയാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, എപ്പോൾ മരിക്കണം, എങ്ങനെ മരിക്കണം എന്നുള്ളത് നമുക്കാർക്കും പറയുവാൻ കഴിയുകയില്ല. കാരണം അത് നമ്മുടെ പദ്ധതിയിലുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ആമേൻ യൗവനം കഴിയുന്നതിന് മുൻപേ ജോബി ബ്രദർ ആമേൻ തന്റെ വേല തികച്ച് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ വാത്സല്യ സഹോദരങ്ങളും ഈ ഭൗതിക ശരീരത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ശക്തമായൊരു തീരുമാനമെടുക്കണം. കർത്താവെ, എപ്പോൾ ഞങ്ങളുടെ മരണം സംഭവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. അത് ഞങ്ങളുടെ തീരുമാനപ്രകാരമുള്ളതല്ല, അത് സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലുള്ളതാകയാൽ ആമേൻ വളരെ പരമാർത്ഥതയോടും വിശുദ്ധിയോടും ദൈവികത പ്രകാരം ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് അവിടെ ഇടയാക്കണമേ എന്ന് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കട്ടെ. ആമേൻ. ഇന്ന് വിപണിയിൽ കിട്ടുന്ന ഏത് സാധനങ്ങൾക്കും ഒരു ഗ്യാരണ്ടി ഉണ്ട്, ഒരു വാറണ്ടി ഉണ്ട്. ഏതൊരു ഐറ്റംസ് നാം വാങ്ങിച്ചാലും അത് ഉപയോഗിക്കുന്ന ചില കാലങ്ങൾ അതിൽ കുറിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യ ജീവിതത്തെ കുറിച്ച് നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയുവാൻ കഴിയുകയില്ല. ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ നാളെ ബലഹീനനായി തീരുന്നു. ഇന്ന് സൗഖ്യത്തോടെ ഇരിക്കുന്ന അസുഖത്തോടെ ഇരിക്കുന്ന വ്യക്തി നാളെ സുഖം പ്രാപിക്കുന്നു. ഇന്ന് ധനികനായിരിക്കുന്ന മനുഷ്യൻ അവൻ അടുത്ത പ്രഭാതം കാണുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കുന്നു, ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഈ ജീവിതത്തിൽ നമ്മുടെ ജീവിച്ചിരിക്കുമ്പോഴുള്ള നമ്മുടെ ജീവിതം വളരെ സൂക്ഷ്മമായിരിക്കണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ജോബി ബ്രദറിന്റെ ശരീരം ബലഹീനമായി തീർന്ന അവസരങ്ങൾ ഉണ്ടായിരുന്നു. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ചില മാസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു താൻ ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെടുമെന്ന്. എന്നാൽ ദൈവം തനിക്ക് ആയുസ് നൽകി, ആരോഗ്യം നൽകി, തന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. ഈ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ താൻ അനുഭവിക്കുവാനായിട്ട് അവിടെ ഇടയായി തീർന്നു. പക്ഷെങ്കിൽ ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന നമുക്കൊരു കാര്യം നന്നായിട്ട് അറിയാം. ആമേൻ. ഇനി ജോബി ബ്രദർ ഇങ്ങനെയല്ല ഉയർത്തെഴുന്നേൽക്കുന്നത്. രൂപാന്തരപ്പെട്ട, രോഗമില്ലാത്ത, ആരോഗ്യമുള്ള, തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തോടെ എഴുന്നേൽപ്പാനായിട്ടിടയായി തീരും. സ്തോത്രം. കർത്താവിൽ സന്തോഷിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിപ്പാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. മരണമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പ്രവേശിപ്പാനായിട്ടിടയായി തീരും. തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം പ്രാപിപ്പാനായിട്ടിടയായി തീരും. അതിൽ നമുക്ക് പ്രത്യാശിക്കാം. ഇനി ജോബി ബ്രദർ ഇങ്ങോട്ട് വരികയില്ല. നമ്മൾ ജയകരമായ ഒരു ക്രിസ്ത്യൻ ജീവിതം നയിച്ച് നമുക്ക് ജോബി ബ്രദറിന്റെ അടുക്കിലേക്ക് കടന്നു പോകാം. കുടുംബാംഗങ്ങളെ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവവചനപ്രകാരം ജീവിക്കുക, പ്രത്യാശയോടെ ജീവിക്കുക, വചനപ്രകാരം ജീവിക്കുക. നമ്മുടെ ജോബി ബ്രദറിനെ തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തോടെ നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യാശയുള്ളവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താണ്. നിങ്ങളുടെ എല്ലാവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരട്ടെ. എന്റെയും എന്റെ കുടുംബത്തിന്റെയും നാഗപൂർ ഔറംഗാബാദ് സെന്ററിലുള്ള എല്ലാ ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഈ ചാപ്പൽ ഒഴിഞ്ഞു കൊടുക്കണമെന്നുള്ള നിർദ്ദേശം നമുക്കിവിടെ ലഭിക്കുവാൻ തക്കോണം ഇവിടെ ആയിത്തീർന്നു. അതുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അല്പസമയം എന്ന് ഉദ്ദേശിക്കുന്നത് കുടുംബക്കാരിൽ നിന്ന് കുടുംബത്തെ പ്രതിനിധീകരിച്ച് നമ്മുടെ പ്രദർശിപ്പി ചില വാക്കുകൾ ഓർപ്പിച്ച് അതിനോട് ശേഷം ഇവിടുത്തെ ശുശ്രൂഷ അവസാനിപ്പിച്ചിട്ട് കുഴിവക്കത്തുള്ളതായ അവിടെ വെച്ചായിരിക്കും ബാക്കി ശുശ്രൂഷകൾ നമ്മൾ നടത്തുവാൻ താല്പര്യപ്പെടുന്നത്. എല്ലാവരും സഹകരിക്കുക, പ്രാർത്ഥിക്കുക. ഈ അവസരത്തിൽ സെൻറ്ററിൻ്റെ റീത്തും CM-ൻ്റെയും സൺഡേ സ്കൂളിൻ്റെയും റീത്തും ഈ അവസരത്തിൽ അർപ്പിക്കാം. പിന്നീട് നമുക്കൊരു അവസരം ലഭിക്കുന്നതായിരിക്കത്തില്ല. കേരള സമാജത്തിൻ്റെയും റീത്ത് ഈ അവസരത്തിൽ അർപ്പിക്കുന്നതായിരിക്കും. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ജോബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഞങ്ങൾ ജ്യേഷ്ഠനും അനിയനും ആണെങ്കിലും ആ ഒരു ഇത് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ചെറുപ്പം മുതലേ ഞങ്ങൾ ഒരുമിച്ച് വളർന്ന് വന്നുകൊണ്ട് അങ്ങനെ ആ ഒരു ഇതൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെന്നെ വിശാദം വിളിക്കാൻ തുടങ്ങിയത് തന്നെ ബോംബെയിൽ വന്നു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട് ഇതിനെങ്ങനെ ഇങ്ങനെ ചേഞ്ച് ആയെന്ന്. അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഒരിക്കലും മറ്റുള്ളവർ തെറിപ്പിക്കുന്ന ഒരു സ്വഭാവമല്ലായിരുന്നു. എല്ലാവരോടും എല്ലാ ബന്ധങ്ങളും അവന് എപ്പോഴും വേണമായിരുന്നു. അതിലുണ്ടാകുന്ന ഉലറ്റകൾ അവന് വളരെയധികം വേദനകൾ ഉണ്ടാക്കുമായിരുന്നു. എന്നോട് പലപ്പോഴും അവന് പറയുകയും അവന്റെ വിഷമങ്ങളൊക്കെ പറയുമായിരുന്നത്. എന്നാൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ പോകുമെന്ന് ഒരിക്കലും ആരും വിചാരിച്ചില്ല. എല്ലാവരും ശുശ്രൂഷകളെല്ലാവരും കടന്നു വന്നു, ഞങ്ങളെ ആശ്വസിപ്പിച്ചു. രജിബാസ് കുടുംബം ആദ്യം മുതൽ തന്നെ എല്ലാ കാര്യങ്ങളിലും അവരുടെ സുഖമില്ലാത്ത കാലം ഇവിടെ ബോംബെയിൽ കടന്നു വന്നതിലെ എല്ലാ കാര്യങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. കുടുംബമായി അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും അവരൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. എല്ലാ ശുശ്രൂഷകളെല്ലാം നേതൃത്വം നൽകുവാനൊക്കെ ഇടയായി. അവർ സഭയായി എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികള്, സ്വേച്ഛക്കാര്, സുഹൃത്തുക്കള്, അവന് ഒത്തിരി സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ട്. അവരെല്ലാവരും വിളിച്ചിട്ട് വളരെ സങ്കടത്തോടെയാണ് പറയുന്നത്. അവന്റെ വേർപാട് ആർക്കും സഹിക്കാൻ കിട്ടുന്നില്ല. കാരണം അവിടെ മേപ്പാലിൽ നിന്നൊക്കെ ഈ അടുത്തിടയ്ക്ക് പോയിട്ട് എല്ലാവരും പോയി കാണുവാനൊക്കെ അവനിടയായി തീർന്നിട്ടുണ്ട്. ഈ 2 മാസം മുമ്പ് തന്നെ പോയിട്ട് എല്ലാ വീടുകളിലും എല്ലാവരുടെ കൂട്ടുകാരെയൊക്കെ പോയി കണ്ട് എന്നിട്ടാണ് വന്നത്. അവൻ എല്ലാവരും ഗുരുക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ ഭാവിയെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരോടും ദാസന്മാരെ, ശാസിക്കാരെ എല്ലാവരോടും നന്ദി പറയുന്നു. നമുക്ക് അധികം സമയമില്ല. അതുപോലെ അനേകര് അനുശോചനമൊക്കെ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കള് ബിജു ഗോയലിന് ഇപ്പോഴും എന്നെ 2 പ്രാവശ്യം ഇട്ടിരിക്കുമ്പോൾ തന്നെ അവൻ വിളിച്ചത്. കാരണം കഴിഞ്ഞ ചില മാസം മുമ്പ് അവനെ കാണാൻ വേണ്ടി ഇവിടെ ബോംബെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ വീട്ടിലും കടന്നു വന്നു. അങ്ങനെ നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. ആത്മാർത്ഥമായിട്ട് അവിടെ കരളി ഒക്കെ അവരും എല്ലാവരും വളരെ ഇതുണ്ടായാണ്. അവനെ കാണണമെന്ന് പറഞ്ഞിട്ടുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കടന്നു വരാനൊക്കെ അത്രത്തോളം ആത്മാർത്ഥമൊക്കെ കാണിക്കുന്ന സുഹൃത്തുക്കൾ അവരുണ്ട്. എല്ലാവരും ദൈവം ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. എല്ലാവരോടുള്ള നന്ദി അറിയിച്ചു. ആമേൻ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. ഇനി തുടർന്നുള്ളതായ സമയമെന്ന് പറയുന്നത് കാണുവാനുള്ളതായ സമയമാണ്. അത് കാണാനെ കൊണ്ട് ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ മാത്രം ചുംബനം കൊടുത്താൽ മതി. എല്ലാവരും ചുംബനം കൊടുക്കരുത്. കാരണം ബോഡി എത്രത്തോളം പെർഫെക്റ്റ് അല്ല, ബോഡി വീക്കാണ്. അതുകൊണ്ട് ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം ചുംബനം കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. ചുംബനം കൊടുത്ത് നമുക്കെവിടെ നിന്ന് ആ കുഴിഭാഗത്തേക്ക് കൊണ്ടുപോകുവാൻ താല്പര്യപ്പെടുന്ന ബാക്കിയുള്ള ശുശ്രൂഷകൾ അവിടെ വെച്ച് മഹാരാഷ്ട്രയുടെ റീജിയന്റെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ DP കോശി പാസ്റ്റർ അവിടെ വെച്ച് നിർവഹിക്കുന്നതായിരിക്കും. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. അപ്പോൾ തന്നെ
ഒന്ന് രണ്ട് കണ്ടോളൻസ് കൂടി അറിയിക്കുന്നത്. കുവൈറ്റിൽ നിന്ന് പ്രിയ ജോബി ബ്രദറിൻ്റെ കൂട്ടുകാരൻ ബിജു ഐസക്ക് തൻ്റെ കണ്ടോളൻസ് അറിയിക്കണമെന്ന് ഓർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ചില നാളുകൾക്ക് മുൻപ് പ്രിയ ജോബി ബ്രദറിൻ്റെ ഭവനത്തിൽ വന്ന് വചനം സംസാരിച്ചതായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം സി രാജിൻ്റെയും കുടുംബത്തിൻ്റെയും അനുശോചനവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. കാണുവാനുള്ളവർക്ക് കാണുവാനുള്ളതായ അവസരങ്ങൾ ഒരുക്കുകയാണ്. അപ്പോൾ തന്നെ കാണുവാനുള്ളവർ ഈ ഭാഗത്തോടെ ഇങ്ങനെ വന്ന് കണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നുള്ള കാര്യം കൂടി
और कोई चाहते तो आगे आइए, आगे आकर जल्दी से जल्दी देखिए। തുടർന്നുള്ളതായ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിയ ശിവ മോസസ് പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. आइए अपने आगे बंद करें। हालेलुया। आइए अपने आगे बंद करें। ये हमारे स्वर्गीय पिता अनुग्रहकारी दयालु परमेश्वर, धन्यवाद देते हैं प्रभु आज के हमारे भाई जोगी के इस अंतिम संस्कार के सरकारी के प्रारंभ से लेकर यहाँ तक पवित्र आत्मा के बड़ी सानिध्य हमारा साथ था, इसलिए धन्यवाद देते हैं। आपके दासों को आज आत्मा में यहाँ पर इस्तेमाल किए, इसलिए धन्यवाद प्रभु। जो यहाँ पर अपने अपने संवेदनाशील प्रस्तुत करने में सहायता की, संगीतों के द्वारा भी प्रभु हमें आशीर्वाद की, इसलिए धन्यवाद। उनके परिवार के प्रत्येक सदस्यों को आपके हाथों में सौंपते हैं। आगे होने वाली सेवकाई को भी आपके हवाले करते हैं। उनके सेवकाई करने वाले आपकी बहुमूल्य दास को आत्मा में अभिषेक के साथ इस्तेमाल करें। प्रार्थना सुनने के लिए धन्यवाद यीशु मसीह के नाम में, आमीन। ഭൗതിക ശരീരം നമ്മുടെ സർവീസിന് വേണ്ടി എടുക്കുകയാണ്. ഇനി സെമിത്തേരിയിലേക്ക് എല്ലാവർക്കും പോകാം. सब लोग साइड में കർത്താവേ, എല്ലാവരും ചെയ്യുവാൻ നിന്റെ ബലപ്പെട്ട ദാസന്മാരെ ബലപ്പെടുത്തിക്കാട്ട്. എല്ലാ മഹത്വവും തിരുമേനിക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കണം പൊന്നുപിതാവേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖസാന്ദ്രമായ ഈ സമയത്ത് നമുക്കൊരുമിച്ച്
ഈ കുഴിമാടത്തിൽ കടന്നു വരുവാൻ കർത്താവ് അവസരം ഒരുക്കി. ദീർഘനാളുകളായി ശാരീരിക ക്ലേശങ്ങളാൽ ഭാരപ്പെട്ടുകൊണ്ട് ജോബറുകളായിരുന്നുവെങ്കിലും കർത്താവ് തനിക്ക് ആരോഗ്യവും ബലവും ഒക്കെ നൽകി. എന്നാൽ പെട്ടെന്ന് ആ ശാരീരിക ക്ലേശം വർദ്ധിച്ച് കഴിഞ്ഞ ദിവസം കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം പ്രിയ റെജിപ്പാഷ് വിളിച്ചു പറഞ്ഞിങ്ങനെ ജോബറുകളെ കർത്തൃസന്നിധിയിൽ ചേർക്കും. വളരെ വേദനയോടും ദുഃഖത്തോടും കൂടിയാണ് ആ വാർത്ത കേട്ടത്. കാരണം സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഒരു വലിയ വേദന ഉളവായി. എങ്കിലും കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്നാണ് നാം വായിക്കുന്നത്. നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട് എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മാനുഷ്യ വേർപാട് അല്പം ദുഃഖവും പ്രയാസവും വേദനയും ഒക്കെ ഉളവാക്കുന്നുവെങ്കിലും ദൈവമക്കളായിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും വലിയ പ്രത്യാശ കർത്താവ് ദൈവോചനത്തിൽ കൂടെ തന്നിട്ട്. ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് 3 അക്ഷരത്തിൽ ആരംഭിച്ച് 3 അക്ഷരത്തിൽ അവസാനിക്കും. ജനനമെന്ന 3 അക്ഷരത്തിൽ ആരംഭിച്ച് ജീവിതമെന്ന തോണി തുടങ്ങി മരണമെന്ന തീരത്തെത്തുന്നു. അത് ദൈവം സൃഷ്ടിച്ചിട്ടുള്ള സകല മനുഷ്യർക്കും ആ മരണത്തിൽ കൂടെ കടന്നുപോയേ പറ്റുള്ളൂ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് ശേഷിച്ചു. എന്നാൽ ദൈവമക്കളായിരിക്കുന്ന നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവകൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്ന ഏതൊരു ഭക്തനും മരണത്തിനപ്പുറമായിട്ട് ഒരു 3 അക്ഷരം കൂടെ ശേഷിക്കുന്നുണ്ട്. അത് നിത്യത എന്ന 3 അക്ഷരമാണ്. ലോകത്തിലുള്ള സകല മനുഷ്യരും മരണമെന്ന തീരത്തടിയുമ്പോൾ ദൈവമക്കൾക്ക് അവിടുന്ന് ഒരു ഉയർപ്പുണ്ട്, നിത്യമായിരിക്കുന്ന ഒരു വാസം, നിത്യത എന്ന് പറയുന്ന ഒരു അനുഭവം നമുക്ക് പ്രാപിപ്പാനായിട്ട് നമുക്ക് കഴിയും. കർത്താവ് പറഞ്ഞു, ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുകയാണ്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് വാഗ്ദത്തം ചെയ്തിട്ടാണ് കർത്താവ് കടന്നുപോയത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, പ്രിയ ബ്രദറിൻ്റെ വേർപാടിൽ ഏറ്റവും മനം വേദനിക്കുന്ന ചില പ്രിയപ്പെട്ടവരോടുണ്ട്. ഒന്ന് പ്രിയ മാതാവ്. ഞാൻ പിറ്റേ ദിവസം തന്നെ രാവിലെ സമയം വിവരം അറിഞ്ഞ് സന്ധ്യാവേളയ്ക്ക് അറിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാനും എൻ്റെ വൈഫും കൂടെ ഈ ഭവനത്തിൽ കടന്നു വന്ന് പ്രിയ അമ്മച്ചിയെയും അച്ചായനെയും ദീനശിഷ്യയും ബ്രദറിനെയും ഒക്കെ കാണുവാനിടയാണ്. നമുക്കൊരു ചോദ്യം മുൻപിലുണ്ട്. എന്ത് 44 വയസ്സ് അല്ലേ? 44 വയസ്സ്. എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ നല്ല യൗവനത്തിൽ വിളിച്ചു ചേർത്തെന്നൊക്കെ നമുക്ക് ചോദിക്കാം. എന്നാൽ നമുക്കതിന് ഉത്തരം കണ്ടെത്തുവാൻ കഴിയത്തില്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽപ്പെട്ട പ്രോഗ്രാമിൽപ്പെട്ട കാര്യമായതുകൊണ്ട് ആരെ എപ്പോൾ വിളിക്കണമെന്നുള്ളത് അത് ദൈവത്തിൻ്റെ പദ്ധതി ആയിരിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ സമയമായപ്പോൾ പ്രിയ കർത്തൃദാസനെ വിളിച്ച് കർത്താവ് തൻ്റെ സന്നിധിയിൽ തൻ്റെ ഭവനത്തിൽ ചേർക്കുവാനിടയായി. ഞാൻ പ്രിയ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഓൾഡ് ഏജ് ഹോമല്ല. പ്രായാധിക്യം ചെന്നവർക്ക് താമസിക്കാൻ വേണ്ടി മാത്രം ഒരുക്കിയിട്ടുള്ളതല്ല ഈ സ്വർഗരാജ്യം, നിത്യത എന്ന് പറയുന്നത്. കർത്താവ് ഒരുക്കുന്ന ഭവനം. അവിടെ കുഞ്ഞുങ്ങളുണ്ട്, യങ്സ്റ്റേഴ്സ് കാണും, നല്ല യൗവനക്കാർ കാണും, മധ്യവയസ്കർ കാണും, പ്രായം ചെന്നവർ കാണും. അതാണ് ദൈവരാജ്യം. നമുക്ക് ചിന്തിക്കാം, കർത്താവെ പ്രായമൊന്നുമായില്ല. മുമ്പേ ദേവദാസൻ ഓർപ്പിച്ച പോലെ ഭൂമിയിൽ ജനിച്ചാൽ പിന്നെ എപ്പോഴും മരണത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടവരാണ്. അതിന് സമയം നിശ്ചയമില്ല, മരണം നിശ്ചയമാണ്. അതുകൊണ്ട് കർത്താവ് ഓരോ സമയങ്ങളിൽ കാലാകാലങ്ങളിലായി ചിലപ്പോൾ ശിശുക്കളെ ആയിരിക്കും, ചിലപ്പോൾ യങ്സ്റ്റേഴ്സിനെ ആയിരിക്കും, ചിലപ്പോൾ നല്ല യൗവനത്തിലായിരിക്കും.
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മീഡിയയിൽ കൂടെ ഒക്കെ അനേക ദൈവദാസന്മാർക്ക് വളരെയധികം ശുഷ്കാന്തിയോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച അനേക ദൈവദാസന്മാർ, നല്ല യൗവനക്കാർ ഒക്കെ കർത്താവ് വിളിച്ചു വേർതിരിച്ചു. അപകടങ്ങളിൽ കൂടെ അനേക മരണങ്ങൾ. എന്നാൽ പ്രിയ കർത്തൃദാസന് 44 വർഷക്കാലം ഭൂമിയിൽ പാർക്കുവാൻ കർത്താവ് സാവകാശം നൽകി. 2 കുഞ്ഞുങ്ങളെ കർത്താവ് നൽകി. നമ്മൾ വിചാരിക്കും ഇനി എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമെന്ന് വരിലും അതിനപ്പുറമായി പ്രവർത്തിക്കുവാൻ, നമ്മുടെ ചിന്താഗതികൾക്കും വിചാരങ്ങൾക്കും അപ്പുറമായി പ്രവർത്തിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ആരംഭത്തെ അറിയുന്നതിനേക്കാൾ ഉപരി അവസാനവും കണ്ടവനാണ് നമ്മുടെ. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുമ്പോൾ നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും തുടർന്നുള്ള ജീവിത അനുഭവങ്ങളെല്ലാം വളരെ സന്തോഷത്തോടുകൂടെ സന്തുഷ്ടമായി പോറ്റുവാൻ, നടത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് പലപ്പോഴും തോന്നാം എന്താണ് ഇങ്ങനെയൊക്കെ എന്ന്, പലപ്പോഴും ചോദ്യചിഹ്നങ്ങളൊക്കെ ഉണ്ട്. സ്തേഫാനോസ് വളരെ ശുഷ്കാന്തിയോടെ നല്ല പ്രസംഗം, ഒറ്റ പ്രസംഗമേ ചെയ്തുള്ളൂ. നല്ല യൗവനത്തിൽ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുവാനിടയായിട്ടുണ്ട്. പത്രോസും യാക്കോബും ഒരേ റൂമിൽ ഒരേ അവസരത്തിൽ പിടിച്ച് അകത്താക്കി. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു, പത്രോസിനെ വിടുവിച്ചു. പക്ഷെ യാക്കോബിനെ എന്ത് ചെയ്തില്ല? വെടിവെച്ചു. അപ്പോൾ നമുക്ക് തോന്നാം എന്താണെന്നൊക്കെ. ദൈവത്തിനെല്ലാം അതിൻ്റെ പിന്നിൽ ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, നമ്മളതിനെക്കുറിച്ച് ഭാരപ്പെടാതെ തിരുവചനത്തിൽ, വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട്, പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം തുടർന്നും ജയകരമായി ചെയ്യുവാൻ ഇടയാകട്ടെ. ഇന്നിവിടെ പല പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് സുവിശേഷന്മാരായിരിക്കുന്ന ഞങ്ങൾക്ക് ഓർപ്പിക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ജോബി ബ്രദർ ഇത്രയും നാൾ ക്രിസ്തുവിനായി ജീവിച്ചു, ക്രിസ്തുവിൽ ജീവിച്ചു. ഇനി നമ്മുടെ പ്രത്യാശ കാഹളം ധ്വനിക്ക്. മരിച്ചവർ അക്ഷരായി ഉയർക്കുന്ന കൂട്ടത്തിൽ പ്രിയ ജോബി ബ്രദറും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വലിയ പ്രത്യാശയും വിശ്വാസവുമാണ് ഒരു ദൈവവൈതലിനെ അതെ സന്തോഷിപ്പിക്കുവാനിടയായി. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. തെസ്സലോനിക്ക ലേഖനം 4:16-17 വാക്യം വായിക്കുമ്പോൾ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും അതിൻ്റെ മേള് പോലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 1 തെസ്സലോനി അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും 13 മുതലൊന്ന് വായിക്കാം ദേവദാസൻ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ഈ മരിച്ച് ഇന്ന് നമ്മെ വിട്ടുപോയിരിക്കുന്ന ഈ ഭൗതിക ശരീരം മാത്രം ഇവിടെ ശേഷിച്ചിരിക്കുന്നു. ആ കാഹള ധ്വനിങ്കൽ പ്രിയ ജോബി ബ്രദർ പുനരുത്ഥാന ശരീരം പ്രാപിച്ച് താൻ ഉയർത്തെഴുന്നേറ്റ് വരുവാനിടയായി. അതാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് നമ്മളാരും വേദനിക്കേണ്ടിയോ വിഷമിക്കേണ്ടിയോ കാര്യമില്ല. ദാവീദിൻ്റെ കുഞ്ഞ് മരിച്ചപ്പോൾ തനിക്ക് വളരെയധികം ഭാരവും വേദനയൊക്കെ ഉണ്ടായി. രോഗിയായി കിടന്നപ്പോൾ താൻ ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം ആ പൈതലിനെ എടുത്തു കഴിഞ്ഞപ്പോൾ താന് വസ്ത്രം മാറി ആഹാരമൊക്കെ കഴിച്ച് ബലപ്പെട്ട് മുൻപോട്ട് പോകുന്നു.
തന്നോട് ചോദിച്ചവൻ താൻ പറയുന്നത്, മകൻ ഇനി എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരത്തില്ല, ഞാൻ അവനെ അവിടെ ചെന്ന് കാണും, ഞാൻ അവൻ്റെ അടുക്കിലേക്ക് കടന്നു പോകും. അതുകൊണ്ട് ഈ ജോയ് ബ്രദർ ഒരിക്കലും നമ്മളെത്ര വിഷമിച്ചാലും വേദനിച്ചാലും നമുക്ക് മടങ്ങി വരത്തില്ല. എന്നാൽ മടങ്ങി വരുന്നൊരു ദിനമുണ്ട്, ഒരു സുപ്രഭാതമുണ്ട്. നമ്മുടെ വേദനയൊന്നുമില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, മുറവിളിയില്ലാത്ത ഒരു നല്ല ദിവസം നമുക്ക് വേണ്ടി ശേഷിച്ചിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മളതിനായി ഒരുങ്ങുക. ആ പ്രത്യാശയില്ലാത്തവർ അതിനായി ഒരുങ്ങുക. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതെ ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ വിശ്വസിച്ച് അവനെ സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനയാകുന്ന ജലസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുന്ന ഒരു ഭക്തന് മരണത്തിനും പ്രത്യാശ. നമുക്ക് എനിക്കൊരു കാര്യമില്ല. പൗലോസ് പറയുന്നത്, മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി മരിക്കുക, ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി ജീവിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതം തുടർന്ന് എങ്ങനെയാണെന്ന് നാം തന്നെ ഉറപ്പുവരുത്തുവാൻ ഇടയായിത്തീരണം. ഞാൻ ക്രിസ്തുവിലാണോ ഇന്ന് ജീവിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് മരണത്തെ പേടിക്കണം. ഏത് സമയം നാം മരിക്കും, എങ്ങനെയാണ് മരിക്കുന്നതെന്ന് അറിയത്തില്ല. അപകടത്തിലാണോ, രോഗത്തിലാണോ, ദുഃഖത്തിലാണോ, പ്രയാസത്തിലാണോ, പോകുന്ന വഴിക്കാണോ, ഇവിടുന്ന് പോകുന്ന വഴി, ഒന്നും ആർക്കും പറയാനൊക്കത്തില്ല. എപ്പോഴും പ്രത്യാശയോടെ ഇരിക്കുവാൻ, ധൈര്യത്തോടെ ഇരിക്കുവാൻ, ഏത് സമയത്ത് കർത്താവ് വിളിച്ചാലും പോകാൻ റെഡിയായിരിക്കണം. നമ്മൾ പലപ്പോഴും അതിന് ആഗ്രഹിക്കത്തില്ല. പൗലോസിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നെങ്കിലും എനിക്ക് ഒന്നിനെക്കുറിച്ചും വിചാരമില്ല. ഞാൻ ജീവിക്കുന്നു ക്രിസ്തുവിനായി, മരിക്കുന്നത് ലാഭമായിട്ട് അവൻ എണ്ണുക. അതുകൊണ്ട് നമുക്കും അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിലേക്ക്, ധൈര്യത്തിലേക്ക്, ഉറപ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. മരണം വിളിച്ചറിയിക്കുന്ന 3 യാഥാർത്ഥ്യമുണ്ട്. ഒന്ന്, ലൈഫ് ഈസ് ഷോർട്ട്. നമ്മുടെ സമയം അല്പനേരത്തേക്ക്, നൊടി നേരത്തേക്കുള്ള ലഘുവായിട്ട്. നമ്മുടെ സമയം അല്പനേരം, ജീവിതം അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ. വചനം അതിനെപ്പറ്റി നിഴൽ പോലെയാണ്, ആവി പോലെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം, ജീവിതം കുറവായതുകൊണ്ട് കർത്താവിനെ അറിഞ്ഞ് ജീവിപ്പാൻ, കർത്താവിൽ വിശ്വസിച്ച് ജീവിപ്പാൻ നമുക്കിടയായിത്തീരണം. 2, ടൈം ഈസ് ഷോർട്ട്. സമയം കുറവാണ് നമ്മുടെ മുൻപിൽ, അല്പസമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും നമുക്ക് 70 80 ഒക്കെ ലഭിക്കും. ഒന്നുമില്ല, എപ്പോഴാണെന്നൊന്നും പറയാനൊക്കത്തില്ല. ടൈം ഈസ് ഷോർട്ട്. സമയം വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മെ തന്നെ ഉണരുവാനും നമ്മളെ തന്നെ ഒരുക്കുവാനും നമുക്കിടയായിത്തീരണം. അടുത്ത, സഫറിങ്സ് ആർ ഷോർട്ട്. കഷ്ടതകൾ താൽക്കാലികമാണ്. ഈ ലോകത്തിലെ കഷ്ടതകൾ, വേദനകൾ, രോഗങ്ങളെല്ലാം തൻ്റെ അവസാനിച്ചു. ഇനി ഇതൊന്നും ഇല്ലാത്ത ഒരു രാജ്യത്തിലേക്ക് താൻ പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവസന്നിധി പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ, ധൈര്യത്തോടുകൂടെ നമുക്കായിരിക്കാം. നമുക്ക് ജോയ് ബ്രദറിനെ കാഹളത്തുനിങ്കിൽ ആ ഉയർപ്പിൽ സുപ്രഭാതത്തിൽ കാണാമെന്നുള്ള ആ വലിയ പ്രത്യാശ നമ്മളെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തുകയും ദൈവകൃപയാൽ നമ്മളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ചില വേദഭാഗങ്ങൾ നമുക്കിവിടെ വായിക്കാം. അത് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 19 വരെയും 20 മുതൽ 28 വരെയും 35 മുതൽ 49 വരെയും 50 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ ദൈവദാസന്മാർ പെട്ടെന്ന് വായിക്കണം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 19 വരെ, 20 മുതൽ 28 വരെ, 35 മുതൽ 49 വരെ, 50 മുതൽ 58 വരെയുള്ള വേദന. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ താൻ്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവൻ്റെ വരവിങ്കൽ പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും
അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകും. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെയത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിനും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. 35 മുതലുള്ള വാക്യങ്ങൾ. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോട് വരുന്നുവെന്ന് ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിൻ്റെയോ മറ്റ് വല്ലതിൻ്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെ ഉള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ടേ ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. ദ്രവത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുണ്ടവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുണ്ടവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. 50 മുതൽ 58 വരെയുള്ള വാക്യം. സഹോദരന്മാരെ, മാംസരത്വങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല. എന്നാൽ അന്തികാകളത്തിങ്കിൽ പെട്ടെന്ന് നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ച റഷ്യരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള ദ്രവത്തെയും ഈ മർത്യമായ മർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള ദ്രവത്തെയും ഈ മർത്യമായ മർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും. ഏ മരണമേ, നിന്റെ ജയം എവിടെ? ഏ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് ഒന്നുകൂടെ നമുക്ക് വായിക്കാം. അതിൻ്റെ 1 തെസ്സലോനിയ 4-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച് കൊള്ളുകേ. അവിടെ 3 ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന്, കർത്താവ് താൻ ഗംഭീരനാദം. എന്തിനാണ് കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കുന്നത്? മരിച്ചവരുടെ പുനരുത്ഥാനത്തിന് വേണ്ടിയാണ്, ഉയർപ്പിന് വേണ്ടിയാണ് ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നത്. ലാസറിൻ്റെ കല്ലറക്കൽ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞു. മരിച്ച ലാസർ ഉടനെ ജീവനുള്ള ദേഹിയായി പുറത്തു. രണ്ടാമത്തെ ശബ്ദം പ്രധാന ദൂതൻ്റെ ശബ്ദമാണ്. ദൈവജനത്തിന് ഉയർപ്പിനെ തടസ്സപ്പെടുത്തുവാനായിട്ട് പിശാച് വാദിക്കുമ്പോൾ അവനെ തോൽപ്പിച്ച് തൻ്റെ ജനത്തിൻ്റെ ഉയർപ്പിന് വേണ്ടി സഹായിക്കുവാനാണ് പ്രധാന ദൂതൻ ഇറങ്ങി വരുന്നത്. പലപ്പോഴും ദൈവജനത്തിൻ്റെ ഉയർപ്പിനെ തടസ്സപ്പെടുത്തുന്ന തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. യൂദാലേഖനത്തിൽ
നാം വായിക്കുന്നുണ്ട്, അത് ഉയർപ്പിനെ തടസ്സപ്പെടുത്തുവാൻ പിശാച് പ്രയത്നിക്കും. എന്നാൽ ദൂതൻ കടന്നു വന്നിട്ട്, പ്രധാന ദൂതൻ കടന്നു വന്നിട്ട് അവനെ തോൽപ്പിച്ച് തൻ്റെ ജനത്തെ ഉയർപ്പിക്കുവാൻ ഇടയായി. മൂന്നാമത്തെ ശബ്ദമാണ് ദൈവത്തിൻ്റെ കാഹളം. ഈ കാഹളധ്വനിയിലാണ് ജീവനോടിരിക്കുന്നവർ ഉയർക്കുവാൻ ഇടയായി. ഹാനോക്ക് മരണം കാണാതെ ദൈവനെ എടുത്തു. അതേ, ഏലിയാവ് മരണം കാണാതെ എടുക്കപ്പെട്ടു. ജീവനോടിരിക്കുന്നവരുടെ ഒരു രൂപാന്തരം, പുനരുത്ഥാനം പ്രാപിപ്പാൻ ഈ ശബ്ദം നമുക്ക് ആവശ്യമാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനങ്ങളുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ആ കൂട്ടത്തിൽ പ്രിയ ജോയ് ബ്രദറിനെ നമ്മൾ കാണാം എന്നുള്ള ആ വലിയ പ്രത്യാശ, ആ വലിയ ധൈര്യത്തോടും ഈ ഭൗതിക ശരീരത്തെ നമുക്ക് ഈ മണ്ണിനേൽപ്പിക്കുവാൻ പോവുകയാണ്. അത് മുഖം മൂടി ഡക്കനടയ്ക്കാം, മൂടി അടയ്ക്കാം. ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അവർക്ക് വന്ന് കാണുവാൻ ഒരവസരം കൂടെ ഉണ്ട്. കാണാനുള്ള ഇതുവരെ കാണാത്ത ആരുണ്ടെങ്കിലും കാണാം. ഏറ്റവും പ്രിയപ്പെട്ടവർ മുഖം മൂടിക്കാം. ആരെങ്കിലും ഉണ്ടോ കാണാൻ? അവിടെ ശ്രദ്ധിച്ച് നിൽക്കുക. പാട്ട് പാടാം. സ്വർഗയാത്ര ചെയ്യുന്നു, സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമദീന ബന്ധപ്പെട്ടോടിയിടുന്നു. എൻ സ്വദേശം കാൺമദീന ബന്ധപ്പെട്ടോടിയിടുന്നു. നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സ്വർഗയാത്ര ശ്രദ്ധിച്ച് എൻ സ്വദേശം കാൺമദീന ബന്ധപ്പെട്ടോടിയിടുന്നു. എൻ സ്വദേശം കാൺമദീന. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവനിതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. പ്രിയ ദൈവമക്കളെ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. ആ എത്ര സന്തോഷകരമായ
ദുഃഖമില്ല, മുറവിളിയില്ല, കഷ്ടതയില്ല, ഒന്നുമില്ലാത്ത ഒരു നല്ല കൊണ്ട് ഇന്ന് ഈ രോഗമുള്ള ശരീരം ഇവിടെ തീർന്നു. ഒരു തേജസ്കരിക്കപ്പെട്ട, രൂപാന്തരപ്പെട്ട ഒരു ശരീരം താൻ പ്രാപിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി, അന്തിമ ശുശ്രൂഷയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മണ്ണിടുന്നതിന് മുമ്പായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അതെ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് പകല് ദൈവസന്നിധിയിൽ വരാൻ ഞങ്ങൾക്ക് അവസരം തന്നു. ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ ഈ സമയം നടക്കപ്പെടുന്നതായ ഈ ശുശ്രൂഷ വരെയും ദൈവിക കരുതലും കൃപയും ദൈവിക നിയോഗവും തൻ്റെ ദാസന്മാരുടെ മേൽ ദൈവം പകരും. കർത്താവെ, അദൃശ്യകരങ്ങളിൽ ഒരിക്കൽ കൂടെ ഫലമേൽപ്പിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന് തരും. കുടുംബാംഗങ്ങളെ ഓർക്കണമേ. ദൈവിക സമാധാനം അവരിൽ പകരും. തൻ്റെ ദാസന്മാരെ പിന്നെയും ബലവും കൃപയും ശക്തിയും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യമായ സമാധാനത്താൽ അവിടുത്തെ മക്കളെ ദിനംതോറും നടത്തേണ്ടതിനായി ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണേ നല്ല കർത്താവ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുന്ന ആ സുപ്രഭാതത്തിൽ പ്രിയ ജോയ് ബ്രദറിനെയും നമുക്ക് കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടും പ്രാർത്ഥനയോടും കൂടെ ഈ ഭൗമിക ശരീരം മണ്ണിൽ നിന്നെടുത്തിരിക്കുകയാണ്. ഈ ശരീരത്തെ മണ്ണിന് മണ്ണിനായും പുഴിക്ക് പുഴിക്കുമായും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു. പ്രിയ സഹോദര, പോയി വിശ്രമിച്ചു കൊള്ളുക. കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീയും എഴുന്നേറ്റ് ഗംഭീരനാദത്തോടു പ്രധാന ദൈവദൂതശബ്ദത്തോടു കർത്താവുതൻ ഗംഭീരനാദത്തോടു പ്രധാന ദൂതശബ്ദത്തോടു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. ആമേൻ, ഹല്ലേലൂയ. ഉറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന നിങ്ങൾ ആ സൈഡിൽ നിന്ന് മാറണേ. വേറെ ഒരു ഡെഡ് ബോഡി വരുന്നുണ്ട്, അതുകൊണ്ട് ബോഡി വരുന്നു. ഉയർന്നു തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല സമയത്തിനായി സ്തോത്രം. ഈ ദുഃഖ സാന്ദ്രത്തിൽ ഞങ്ങൾക്ക് കടന്നു വന്ന് കർത്താവേ, പ്രിയ ജോയ് ബ്രദറിന്റെ സംസ്കാര ശുശ്രൂഷ ഇവിടെ നിർവഹിക്കുവാൻ കർത്താവിടെ ആക്കിയുള്ള സ്തോത്രം. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുന്ന കൂട്ടത്തിൽ പ്രിയ ജോയ് ബ്രദറിനെയും കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ ഞങ്ങൾ കടന്നു പോകട്ടെ. കർത്താവേ, പ്രിയ ഭിന്നശിഷ്ടരായ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്കായി, സഹോദരവർഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. വലിയ പ്രത്യാശയോടെ ധൈര്യത്തോടെ കടന്നു പോകുവാൻ എല്ലാവർക്കും കൃപ നൽകണം. ശുശ്രൂഷകളെ നീ ഇത്രത്തോളം കൃപ നൽകണമെന്ന് പ്രാർത്ഥന കേട്ടോട് സ്തോത്രം. മാനവും മഹത്വവും കർത്താവ് എടുക്കും. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ഇത്രത്തോളം നമ്മെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും പ്രാർത്ഥന വിഷയങ്ങളോടും
വിശേഷാൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ശിഷ്യരോടും കുഞ്ഞുങ്ങളോടും ബന്ധുമിത്രാദികളോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. സമാധാനത്തോടെ നമുക്ക് കടന്നു വന്ന സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും മീരാറോഡ് ദൈവസഭയുടെ നന്ദിയെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. This world is not my home, I'm just a man. Treasures are laid up somewhere beyond. Feel at home in this world anymore. Oh Lord, you know I have no friend like you. If heaven's not my home, then Lord, what will I do? The angels beckon me from heaven's open door, and I can't feel at home in heaven's open door, and I can't feel at home in this world anymore. Oh Lord, you know I have no friends like you. If heaven's not my home, then Lord, what will I do? The angels beckon me to heaven's open door, and I can't feel at home in this world anymore. Just over in glory land with you, and I can't feel at home in this world anymore. Oh Lord, you know I have no friends like you. Heaven's not my home, then Lord, what will I do? The angels beckon me, and I can't feel at home in this world.